നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 951st day. Today 34th sloka of Pradhama Skandam 11th chapter. For details please see the discussion box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 951 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മന അക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം വിധായ വൈര്യം ശശനോ യദാനലം വിദോ വദ്ദീനോ ഭരിതോ നിരായുധ. ഓം തത്സത്. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മന അക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം വിധായ വൈര്യം ശശനോ യഥാനലം വിധോ വദേനോ ഭരതോ നിരായുധ. വിധോ വദേനോ ഭരതോ നിരായുധ. ഓം തത്സത്. പദം ഇരിക്കേണ്ടത് ഏവം നൃപാണാം ക്ഷിതിഭാര ജന്മനാം അക്ഷൗഹിണി അഭി പരിവൃത്ത തേജസാം വിധായ വൈര്യം ശ്വസന യദാനലം വിധോവദേന ഉപരത നിരായുധ. അതായത് ഏവം ഇപ്രകാരം അക്ഷൗഹിണിഭി സൈന്യങ്ങളാൽ, സൈന്യത്തിൻ്റെ വീര്യത്തിനെയാണ് അക്ഷൗഹിണി എന്ന് പറയുന്നത്. പരിവൃതേജസാം വ്യാപിച്ച തേജസ്സോട് കൂടിയവരും ക്ഷിതി ഭാരജന്മന ഭൂമി ഭാരത്തിനായിക്കൊണ്ട് ജനിച്ചവരും, ഭൂമിക്ക് ഭാരമായിട്ട് ജനിച്ചവരും, അതായത് ദുഷ്ടന്മാരായിട്ടുള്ളവരാണ്. ഭൂമിക്ക് എപ്പോഴും നല്ല മനസ്സില്ലാത്തവരെയാണ് ഭൂമിക്ക് ഭാരമായിട്ട് കരുതുന്നത്. ഭൂമിക്ക് ഭാരമായിട്ട് ജനിച്ചവരുമായിട്ടുള്ള നൃപാണാം രാജാക്കന്മാർക്ക് ശ്വസന വായു, അനലം തീനെ എന്ന പോലെ, വൈരം വിരോധത്തെ വിധായ ഉണ്ടാക്കിയിട്ട്, വൈരം വിധായ വൈരം ശ്വസനോ യഥാനലം നിരായുധ ആയുധം ധരിക്കാത്തവനായിട്ട്, നിരായുധനായിട്ട്, മിഥോവദേന അന്യോന്യവധം കൊണ്ട്, മിഥോവദേൻ അന്യോന്യം, മിഥോ അന്യോന്യം, ഉപരത ഒരുമിച്ചു. ഭഗവാന്റെ ഇതുവരെയുള്ള എല്ലാ കഥകളും ചുരുക്കി പറയുകയാണ് എന്താണ് ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശമായിട്ട് ചെയ്തത് എന്ന്. അതായത് ഇപ്രകാരം ഭൂമിക്ക് ഭാരമായിട്ട് ഭവിക്കാൻ, ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് ജന്മത്തെ എടുത്തവരും അനേകങ്ങളായ സൈന്യങ്ങളോട് കൂടി ഭൂമിയിൽ വ്യാപിച്ച പരാക്രമത്തോട് കൂടിയവരുമായിട്ടുള്ള രാജാക്കന്മാർക്ക് പരസ്പരം വൈരത്തെ ജനിപ്പിച്ചിട്ട്, പരസ്പരം വിരോധത്തെ ജനിപ്പിച്ചിട്ട്, കാറ്റ് എപ്രകാരമാണോ മുളയെ തമ്മിൽ ഉരസി അതിൽ നിന്നു തന്നെ ഉണ്ടാകുന്ന തീയിൽ മുളകളെല്ലാം കത്തി നശിക്കുന്നത്, അപ്രകാരം അവർക്ക് പരസ്പരമുണ്ടായ വൈരത്തിൽ നിന്നു തന്നെ ഉണ്ടായ തീയിനാൽ അടങ്ങുന്ന ക്രോധത്താൽ ഭഗവാൻ സ്വയം ആയുധം ധരിക്കാതെ അവരെ പരസ്പരം തമ്മിൽ തല്ലിച്ച് കൊന്നു. അവരെ പരസ്പരം തമ്മിൽ വിരോധം ഉണ്ടായി, അവർ പരസ്പരം തന്നെ നശിച്ചു. പരസ്പരം ആയുധമെടുത്ത് യുദ്ധം ചെയ്ത് ഇല്ലാതായി, പരസ്പരം തല്ലി ഇല്ലാതായി. അപ്രകാരം ഭഗവാൻ ഉപരമിച്ചു, തൻ്റെ കർമ്മങ്ങളിൽ നിന്നും മാറി നിന്ന് എല്ലാം ചെയ്തു തീർത്തു. ഉപരമിച്ചു, വിരമിച്ചു എന്നാണ് പറയും. തൻ്റെ ജോലിയിൽ നിന്നും വിരമിച്ചു. ഭൂമിക്ക് ഭാരമായിട്ടുള്ളവരെ നശിപ്പിക്കുവാനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം ഭൂമിക്ക് ഭാരം എന്ന് പറഞ്ഞാൽ
ദുഷ്ടന്മാരെയാണ് ഭൂമിദേവിക്ക് ഭാരം. ദുഷ്ടന്മാരെ സഹിക്കാൻ പറ്റില്ല. ദുഷ്ടന്മാരുടെ എണ്ണം വർദ്ധിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അപേക്ഷിച്ച പ്രകാരം അവതരിച്ച ഭഗവാൻ അവർക്ക് തമ്മിൽ തന്നെ വൈരത്തെ, പരസ്പരം ക്രോധത്തെ ഉണ്ടാക്കി, ദേഷ്യത്തെ ഉണ്ടാക്കി, പരസ്പരം തമ്മിൽ തല്ലിച്ച് ഭഗവാൻ സ്വയം ഒരു ആയുധവും എടുക്കാതെ അവരെ എല്ലാവരെയും ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. ഭൂമിക്ക് ഭാരമായിട്ടുള്ളവർ നശിക്കാനായിട്ടായിരിക്കാം യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് കരുതി നമുക്കും ഈ കലിയുഗത്തിലും സമാധാനമായിട്ടിരിക്കാം. ഭഗവാൻ അവർ ദുഷ്ടന്മാരെ ഇല്ലാതാക്കാനായിട്ടാണത്രേ യുദ്ധമുണ്ടാക്കി. മഹാഭാരത യുദ്ധത്തിൽ അനേകം പേർ മരിച്ചു. എല്ലാവരും ദുഷ്ടമനസ്സോടു കൂടിയുള്ളവരായിരിക്കാം. നല്ല മനസ്സുള്ളവരും നന്മ ചെയ്യുന്നവരെയും ഭഗവാൻ രക്ഷിച്ചു. ഭഗവാൻ സ്വയം ഒരു ആയുധവും ധരിച്ചില്ല. പരസ്പര വൈരത്തില തീ മുളയെ നശിപ്പിക്കുന്നത് പോലെ തീ കൊണ്ട് അവരെ തീയാകുന്ന ആ വൈരത്തിൽ നമ്മുടെ ക്രോധത്തെ തീയായിട്ട് ഉപമിക്കാം. അത് നമ്മളെയും നശിപ്പിക്കും, മറ്റുള്ളവരെയും നശിപ്പിക്കും. അപ്രകാരം ഉള്ള ആ ക്രോധത്താൽ അവരെല്ലാവരും നശിച്ചു. ഭഗവാൻ തൻ്റെ പ്രവൃത്തിയിൽ നിന്നും വിരമിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം നൃഭാണാം ക്ഷിതിഭാരജന്മനാം അക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം വിദായ വൈരം ശ്വസനോ യഥാനലം വിധോവദേനോ പരതോ നിരായുധ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്തെ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. Thank you for watching. All the best. Have a very nice day. God bless you. Swami Sharanamayyappa. Hariharasudami Sharanamayyappa. Om Tatsat. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്തെ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. Thank you for watching. All the best.